അടി ഒരു പ്രധാന ഘടകമാണ്. ഈ അടിയല്ല, നമ്മുടെ സ്റ്റെപ്സ് മുഖ്യമാണ്. ഒരാൾ ഡെയിലി ഇത്ര നടക്കണം എന്നുള്ള ഒരു സ്റ്റെപ്പിന്റെ കാൽക്കുലേഷൻ ഉണ്ട്. എനിക്കത് 10,000 സ്റ്റെപ്പാണ്. ഈ 10,000 സ്റ്റെപ്പ് ഞാൻ ഒറ്റയടിക്ക് നടക്കുന്നതാണ് നിങ്ങളുടെ വിചാരം. വാ പറഞ്ഞുതരാം. പക്ഷെ നടത്തത്തിന്റെ കൂടെ വെള്ളം അത് മുഖ്യമാണ്. 10,000 സ്റ്റെപ്പ് നടക്കണമെന്നൊക്കെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുമ്പോഴത്തേക്കും അയ്യോ ഇത് എങ്ങനെ നടന്നു തീർക്കും. ഞാൻ ഓഫീസിലെത്തുന്ന ഒരു 10 മണിക്കാണ്. രാവിലെ 10:45 ഒറ്റ സ്ട്രെച്ചിലിരുന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ പലരും. അപ്പോഴപ്പോഴായിട്ട് നമ്മൾ ഞെളിയേയും ഒന്ന് എണീക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയാൽ തന്നെ കുറച്ച് സ്റ്റെപ്പായി. ഉച്ച വരെ എനിക്ക് ഏതാണ്ട് ഒരു 4 മണിക്കൂർ വരെ ലഞ്ച് ബ്രേക്കിന് മുമ്പ് ടൈം കിട്ടാറുണ്ട്. ഓരോ മണിക്കൂർ 500 വെച്ച് നടന്നാൽ തന്നെ ഞാൻ 2000 സ്റ്റെപ്പ് ഓൾറെഡി നടക്കും. ഉച്ചയ്ക്ക് ഞാൻ എനിക്ക് തന്നെ ഒരു ചലഞ്ച് വെച്ചിട്ടുള്ളത് 1:45 ചോറ് കഴിക്കുന്നതിന് മുമ്പ് 2000 സ്റ്റെപ്പെങ്കിലും നടക്കണം. ചോറ് എടുത്ത് വച്ചതിന് ശേഷം ഞാൻ 2000 സ്റ്റെപ്പ് കൊറിഡോറിലോ എവിടെയെങ്കിലൊക്കെ നടന്നിട്ടേ വന്ന് ചോറ് കഴിക്കുള്ളൂ. ചോറ് കഴിച്ചു കഴിഞ്ഞിട്ടും 500 മുതൽ 1000 സ്റ്റെപ്പ് വരെ ഞാൻ നടക്കാറുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുമ്പുള്ള ആ ഒരു കുറച്ച് ഗ്യാപ്പിനകത്തും ഇതേപോലെ തന്നെ നടക്കാറുണ്ട്. എല്ലാം കൊണ്ടും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഒരു 6000 സ്റ്റെപ്പൊക്കെ നടന്നിരിക്കും. വൈകിട്ട് 4:40 പ്രത്യേകിച്ച് ഒരു എഫേർട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന 2 സാധനങ്ങളാണ് വാട്ടർ ഇൻടേക്ക്, വെള്ളം കുടിയും നടത്തവും. കഴിഞ്ഞൊരു 20 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 10,000 സ്റ്റെപ്സ് നടക്കാറുണ്ട്. ഒരു ദിവസം ശരാശരി ഒരാൾ ഒരു 3 ലിറ്ററെങ്കിലും മിനിമം വെള്ളം കുടിക്കണം. നമ്മളൊന്നും അത് കുടിക്കാറ് പോലുമില്ല. ആ വെള്ളവും സ്റ്റെപ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ വെറി ചെയ്യേണ്ടത് ഡയറ്റും വർക്കൗട്ടും മാത്രമാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. രാത്രി 8:30 അഥവാ ബാക്കി കുറച്ച് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് നടക്കാം. നിങ്ങൾ ആരും ഒന്നും പറയാൻ പോകുന്നില്ല.